വീട്ടിൽ വന്ന് രണ്ട് കുറ്റവാളികളെ കൊണ്ടുപോകുന്ന പോലെയാണ് കുട്ടികളെ വന്ന് വീടിന് ചുറ്റും ആള് നിന്ന്. അന്നത്തെ ദിവസം സ്റ്റേഷനിൽ മറ്റു കേസുകളൊന്നും എടുക്കുന്നില്ല. വരുന്നവരെല്ലാം പറഞ്ഞു വിടുക, നാളെ വാന്ന് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത 6 പേര് പ്രതികൾ, അവരെ കസ്റ്റഡിയിൽ പോലീസ് എടുത്തു എന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമമായി. ഞങ്ങളടുത്ത് കുറ്റം സമ്മതിക്കാൻ പറഞ്ഞു. സമ്മതിച്ചാൽ വെറുതെ വിടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെയൊക്കെ പിടിച്ച് അകത്ത് കൊണ്ടിടുമെന്നൊക്കെ പറഞ്ഞു. നീ എന്തുകൊണ്ട് പീഡിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ ചോദിച്ചു, സാറേ അത് എന്തുവാന്ന് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടുണ്ട്, അത് എവിടുന്നാ വാങ്ങിക്കുന്നതെന്നും എനിക്കറിയത്തില്ല. എൻ്റെ മോൻ പറഞ്ഞതിന്റെ മറുപടി. വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല. എല്ലാവരും ചോദ്യം ഞങ്ങളാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. എത്ര പേരെടുത്ത് പറയും നമ്മള് ഞങ്ങളല്ല ആരെങ്കിലും വിശ്വസിക്കൂ? നമസ്കാരം. വിചിത്രമായ ഒരു സംഭവമാണ് പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായത്. പോലീസ് എടുത്ത പോക്സോ കേസ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതെയാകുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളടക്കം, പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളടക്കം അവരുടെ മാതാപിതാക്കളും കടുത്ത മനോവിഷമത്തിലാണ്. പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും അവരെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ആ കുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നത്. എന്നാൽ ഇതുവരെ ആ പോലീസിനെതിരെ ഇത്തരത്തിൽ ഒരു വ്യാജ കേസിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച പോലീസുകാർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് കുട്ടികളുടെ മാതാപിതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. മറുനാടന് നൽകിയ അഭിമുഖം കേൾക്കാം. ഈ കുട്ടികളെ പോലീസ് എപ്പോഴാണ് കസ്റ്റഡി എടുക്കുന്നത്? രാവിലെ 6:30 കാണും. ആ സമയത്താണ് കൊണ്ടുപോകുന്നത്. വീട്ടിൽ വന്നാൽ പിടിച്ചുകൊണ്ട് പോകുന്നത്. വീട്ടിൽ വന്ന് രണ്ട് കുറ്റവാളികളെ കൊണ്ടുപോകുന്ന പോലെയാണ് കുട്ടികളെ വന്ന് വീടിന് ചുറ്റും ആള് നിന്ന്, ആളല്ല പോലീസുകാർ നിന്ന് വീടിന് ചുറ്റും നിന്നിട്ട് വന്ന് കതകി തട്ടുന്നു. ഉടനെ കതക് തുറന്നപ്പോൾ മോൻ എന്ത് ചെയ്യും ചോദിക്കുന്നു. മോനെ കാണിച്ചപ്പോൾ പറഞ്ഞു അച്ഛനും കൂടെ റെഡിയാവാൻ. രണ്ടുപേരെയും റോഡിൽ കയറ്റുമ്പോൾ ഞാൻ ചോദിച്ചു എന്തുവാ കാര്യം എന്താ. മോൻ SPCയിൽ ഇവർ വന്നത് കൊണ്ട് അതിലൊരു സാറിനെ അറിയാമായിരുന്നു. അപ്പോൾ മോൻ പറഞ്ഞു സിവിൽ ഡ്രസ്സിലാണ് അവർ വന്നത്. സിവിൽ ഡ്രസ്സിൽ വന്നത് തന്നെയല്ല, അവരെ കൊണ്ടുപോയത് ടാക്സി വാഹനത്തില്ല, ഒരു ചാര കളർ കാറിന്, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഒരു കാറിനകത്ത് അവരെ കൊണ്ടുപോയി. അവരുടെ പുറകെ തന്നെ, കാറിൻ്റെ പുറകെ തന്നെ പോലീസ് ജീപ്പും ഉണ്ടായിരുന്നു. ഈ നാട്ടുകാർ മൊത്തം കണ്ട കാര്യമാണ്. എന്നിട്ട് ഇവർ പറയുന്നത് മീഡിയ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല, ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല, മറ്റുള്ളവരാരും പബ്ലിഷ് ആയിട്ടില്ല, നിങ്ങളുടെ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയ്ക്കകത്ത് കൊടുത്തത് 6 പ്രായപൂർത്തിയാകാത്ത പ്രതികൾ എന്നാണ് കൊടുത്തിരുന്നത്. പക്ഷേ അപ്പോൾ തന്നെ ഓൾറെഡി മനസ്സിലാക്കാം മാങ്കോട് നിന്ന് ഇത്ര കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് മാങ്കോടുകാർ മൊത്തം അറിഞ്ഞതാണ്. കാരണം വെളുപ്പിനെ രാവിലെ 6 മണിയാകുമ്പോൾ ജോലിക്ക് കയറേണ്ട ആൾക്കാരുണ്ട്, ഫാമിംഗ് കോർപ്പറേഷനിൽ പോകുന്നവർ, അവരെല്ലാം പോകുന്ന സമയം 6 മണിയാണ്. അപ്പോഴത്തേക്ക് ഇവരെ വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നത് മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ വന്ന് നമ്മുടെ കതകി തട്ടി കുട്ടിയെ വിളിച്ചുണർത്തി കൊണ്ടുപോയി. ഞാൻ അപ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് എൻ്റെ രക്ഷിതാക്കളോട് വിവരം പറഞ്ഞ് ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ അവിടെ ചെല്ലുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ മക്കളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു 7 മണിയോളം ഒക്കെ ആയി കാണുമായിരിക്കും. ആ സമയമായപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നൊരു കാറിനകത്തും ഒരു ജീപ്പിൽ ആയിട്ട് 2 വണ്ടിയിലായിട്ട് പോലീസുകാർ കുട്ടികളെ കൊണ്ടുവന്നു. പിന്നെ ഈ കുട്ടികളുടെ ചൈൽഡ് വെൽഫെയർ ഓഫീസ് എന്ന് പറഞ്ഞൊരു കെട്ടിടത്തിലോട്ട് അവരെ കയറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചാടിച്ചെന്ന് അകത്തോട്ട് ചെന്നപ്പം നിങ്ങളങ്ങ് വെളിയിലോട്ട് നില്ല, കുട്ടികളോട് ഞങ്ങൾക്ക് ചോദിക്കേണ്ട. അപ്പോൾ എന്തോ വിവരമെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ നിന്നൊരു പോലീസുകാരൻ എന്നോട് പറഞ്ഞ കാര്യം, സ്കൂളിലൊരു അടിപ്രശ്നമാണ്, ചോദ്യം ചെയ്തിട്ട് ഇപ്പം തന്നെ വിടാമെന്നാണ് പറഞ്ഞത്. അപ്പം അകത്ത് കയറ്റുന്നു, ചോദ്യം ചെയ്യുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. 2-3 പോലീസുകാരെ അടക്കം കുട്ടികളെ, ചിരിച്ചേ കുട്ടികളെ, 15 വയസ്സുണ്ടെങ്കിലും അതിൻ്റേതായിട്ട് പക്വതയോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല, ആരോഗ്യമൊന്നുമില്ല. അപ്പോൾ ആ കുട്ടികളെ ഇവർ പിടിച്ച് 2 പോലീസുകാർ തമ്മിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് അടുത്ത റൂമിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ചോദിക്കുന്നു, ഇപ്പുറത്തെ റൂമിൽ. അപ്പോൾ അവിടെ എല്ലാം ഡോർ അടച്ചിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ സമയങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാമനെ, റോഡിൽ നിന്നൊരു മാമൻ വന്ന് ഞങ്ങളോട് ഫോണിൽ കാണിക്കും. എൻ്റെ ഈ ഫോണൊന്നുമില്ല. ആ മാമൻ എന്നെ ഫോണിൽ കൊണ്ടുവന്ന് കാണിച്ചു, മോളെ ഇതിനകത്ത് പറയുന്ന കേസാണോ ഇവിടെ നടക്കുന്നത്? കാരണം അന്നത്തെ ദിവസം സ്റ്റേഷനിൽ മറ്റു കേസുകളൊന്നും എടുക്കുന്നില്ല. വരുന്നവരെല്ലാം പറഞ്ഞു വിടുക, നാളെ വാന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ഇതാണോ മോളെന്ന് ചോദിച്ചപ്പം പ്രായപൂർത്തിയാകാത്ത 6 പേര് പ്രതികൾ, അവരെ കസ്റ്റഡിയിൽ പോലീസ് എടുത്തു എന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമമായി. അങ്ങനെ ഞാൻ ചെന്ന് ഒരു പോലീസുകാരൻ്റെ നേരെ ഞാൻ ദേഷ്യപ്പെട്ട് കൈ തട്ടി മാറ്റി അകത്ത് കയറി എൻ്റെ കുട്ടിയെ കാണണമെന്ന് ശ്രമിച്ചപ്പം എൻ്റെ കുഞ്ഞ് പറയുന്ന ഇതാ, ഞങ്ങളോട് സമ്മതിക്കാനാണ് പറഞ്ഞത്. എന്തോ കുറ്റമാണ് സാറേ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ പറയുന്നു മിണ്ടാതിരിക്കും കുട്ടികളോട് പറയാം, മിണ്ടരുത്. അപ്പോൾ കുട്ടികൾ പറയുന്നത് അമ്മേ ഇതേപോലെ നമ്മുടെ മാങ്കോട് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഞങ്ങൾ ഇത്രയും പേര് കൂടി പീഡിപ്പിച്ചു, അത് നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളെ വെറുതെ വിടാം, ഇല്ലെങ്കിൽ നിങ്ങളെ വെറുതെ വിടത്തില്ല. നിങ്ങൾ സമ്മതിക്കുന്ന ഈ പോലീസുകാർ സമ്മതിപ്പിക്കാനും കൂടെ ശ്രമിക്കും അവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു കേസ് കിട്ടുമ്പോൾ അതിന് FIR ഇടുന്നതിന് മുമ്പ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഈ 6 കുട്ടികളെ കിട്ടിയപ്പോൾ തന്നെ അവർ FIR 2 എണ്ണം, 1 അല്ല 2 FIR. അവർക്ക് എന്ത് ധൃതിയാ! ഇപ്പം ലക്ഷക്കണക്കിന് കേസുകൾ തെളിയിക്കാതെ കൂടൽ പോലീസ് സ്റ്റേഷനിലുണ്ട്, ഒരുപാട് കേസുകൾ. അതൊന്നും തിരക്കുകയോ പിടിക്കുകയോ ചെയ്യാതെ ഇവർ ഈ പ്രായപൂർത്തിയാകാത്തൊരു കുട്ടി ഒരു മൊഴി കൊടുത്തു. അതിൻ്റെ പേരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ, ഇപ്പം നമ്മൾ ആൺമക്കളെ വളർത്തണ്ടേ?
നമ്മൾ അന്നന്ന് കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ വളർത്തുക. നമ്മൾ അതേ രീതി ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി വളർത്തുന്ന കുട്ടികളാണ്. അപ്പം അതൊന്നും നോക്കാതെ ഈ കുട്ടികളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനാണ് ചെയ്യുന്നത്. നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളെ വിടാം എന്നാ പറയുന്നത്. പീഡിപ്പിച്ചു. കുട്ടിയോട് ചോദിച്ചു, നീ പീഡിപ്പിച്ചോ? അന്ന് നീ എന്തുകൊണ്ട് പീഡിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ ചോദിച്ചു, സാറേ അത് എന്തുവാന്ന് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടുണ്ട്, അത് എവിടുന്നാണ് വാങ്ങിക്കുന്നതെന്നും എനിക്കറിയത്തില്ല എൻ്റെ മോൻ പറഞ്ഞതിൻ്റെ മറുപടി. കാരണം അത്രയും പക്വതയേ ഉള്ളൂ. കുഞ്ഞിന് ഹോർമോണിൻ്റെ ചേഞ്ച് ഉണ്ട്. 3 വർഷം ബാക്കിലോട്ട് കുഞ്ഞിൻ്റെ വളർച്ച നിൽക്കുന്നത്, ഹോർമോൺ ചേഞ്ചിൻ്റെ വളർച്ച നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഇന്ന് വരെ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുട്ടിയോടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഉച്ച കഴിഞ്ഞാണോ പറയുന്നത് ഇങ്ങനെ പോക്സോ കേസ്? ഉച്ച കഴിഞ്ഞല്ല, ഒരു 3-3:30 ആയപ്പോഴേ ഞാൻ പോലീസുകാരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അകത്ത് കയറി കുട്ടികളാണ് നമ്മളോട് ഈ കാര്യം പറയുന്നത്. പോലീസല്ല പറഞ്ഞ്, കുട്ടികളാണ് പറയുന്നത് ഇന്ന പോലെയാണ് കേസ്, ഞങ്ങളോടെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ പോലീസുകാർ. അപ്പോൾ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ SC-കാരായതുകൊണ്ട്, ഞങ്ങൾ ഹിന്ദു SC ആണ്, ഹിന്ദു കുറവരായതുകൊണ്ടാണെന്ന് തന്നെ ഞാൻ ചോദിച്ചേ. കുറവരായതുകൊണ്ടാണോ ഞങ്ങളെ ഇത്രയും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്ന് ഇതിനകത്തിട്ട് ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളില്ലേ, മീഡിയ ഞങ്ങളിപ്പോൾ വിളിക്കും എന്നൊക്കെ ആ പറഞ്ഞതിൻ്റെ പേരിലാണ് മുകളിലോട്ടുള്ള കോന്നി, പത്തനംതിട്ട അവിടെ നിന്നുള്ള സാറുമാരെല്ലാം കൂടെ വന്ന് പിന്നെ സംസാരിച്ച് അവരുടെ ഔദാര്യത്തിൽ നമ്മുടെ മക്കളെ വിട്ടു തരുന്ന പോലെ അവർ ഞങ്ങളോട് സംസാരിച്ച് ഒപ്പിട്ട് നമ്മുടെ കുട്ടികളെ നമ്മുടെ കൂടെ വിടുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് ന്യൂസ് കാണുന്നതും കാര്യങ്ങളെല്ലാം അറിയുന്നതും ചെയ്തത്. അപ്പോൾ ഇതിനു വേണ്ട നടപടി എടുക്കണം. എന്തെങ്കിലും ഒന്ന് കേട്ടതിൻ്റെ പുറകാലെ ഈ കുട്ടികളുടെ ഭാവി പോലും ചിന്തിക്കാതെ ഈ പെരുങ്കള്ളി പറഞ്ഞത് കേട്ടിട്ട് ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ വളർന്നു വന്ന സാഹചര്യമോ കാര്യങ്ങളോ അതൊന്നും നോക്കണ്ട. ഈ പെണ്ണിനെ എന്തുകൊണ്ട് വൈദ്യപരിശോധന ചെയ്യാതെ ഇവർ ഈ അറസ്റ്റിലേക്ക് മുതിർന്നു? ഇതിന് പുറകിലും ആരാണ് പ്രവർത്തിച്ചത്? സ്കൂൾ പരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ആരാണ് പ്രവർത്തിച്ചത്? ഇതെല്ലാം ഞങ്ങൾക്ക് അറിയണം. അതേപോലെ ഈ 13 വയസ്സുകാരി ഇത്രയും ക്രൂരമായിട്ട് ഈ കുട്ടികളെ പറ്റി മൊഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പുറകിൽ ഒരു അറിവുള്ള വ്യക്തികൾ പ്രവർത്തിക്കാതെ ആ കുട്ടി അത് പറയത്തില്ല. 13 വയസ്സുള്ള കുട്ടികൾക്ക് എത്ര ബോധമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ആ കുട്ടി എന്തുകൊണ്ട് ഇത് പറഞ്ഞു? ആ കുട്ടിയുടെ ചേച്ചിയുടെ കൂടെ പഠിച്ച 2 കുട്ടികളെയും കൂടി ഇത് പ്രതി ചേർത്തിട്ടുണ്ട്. 20 വയസ്സുള്ള ആൺകുട്ടികൾ. ഈ പറഞ്ഞ കുട്ടിയുടെ ഈ കേസ് കൊടുത്ത ഈ പരാതിക്കാരിയുടെ സഹോദരിയുടെ കൂടെ പഠിച്ച 2 പേരാ 20 വയസ്സുള്ള കുട്ടികൾ. ഈ കുട്ടികൾക്ക് ഈ ഇളയ കൊച്ചിനെ അറിയത്തില്ല, ഈ കേസ് കൊടുത്ത പെണ്ണിനെ അറിയത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നത്? എന്തിനാണ് നമ്മുടെ പാവപ്പെട്ട കുട്ടികളെയും കൂടി ഇതിൽ പിടിച്ചഴിച്ചിട്ടത്? അപ്പം ഞങ്ങൾ സ്കൂളിൽ ചെന്ന് ചോദിച്ചപ്പോൾ സ്കൂളുകാർ പറഞ്ഞു ഞങ്ങളൊന്നും അറിയിട്ടില്ല. പിന്നെ ചൈൽഡ് വെൽഫെയർ എങ്ങനെ വന്നു സ്കൂളിൽ? കൗൺസിലിങ്ങിന് നമ്മുടെ സ്കൂളിലൊരു ടീച്ചർമാരില്ല. അപ്പം കൗൺസിലിങ്ങിന് വന്നതിൻ്റെ പുറത്ത് പറഞ്ഞു, ഓക്കെ കൗൺസിലിങ്ങിന് വന്ന് അവിടെ സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് അവരുടെ ഇന്ന രീതി കുട്ടി ഇന്ന പോലെ പറഞ്ഞു, ഇന്ന അവരുടെ രക്ഷകർത്താക്കളെ എന്തുകൊണ്ട് ആ സ്കൂളിൽ വിളിപ്പിച്ചില്ല? PTA ഉണ്ടല്ലോ, PTA സ്കൂളിൽ വിളിപ്പിച്ചില്ലേ മെസ്സേജ് ഫോണിലിടാലോ. അതായത് രക്ഷകർത്താക്കളെ ഫോണിലിട്ട് മെസ്സേജ് ഇട്ട് അവരെ അറിയിക്കാന്ന ഒരു നിയമം ഇല്ലയോ, അല്ലേ ഒരു കാര്യം ഇല്ലയോ? സ്കൂളിൽ എന്ത് നടന്നാലും മെസ്സേജ് അന്നേരം വീട്ടിൽ വരും. അപ്പോൾ എന്തുകൊണ്ട് അവരിതൊന്നും ചെയ്തില്ല? ഇവർ പെട്ടെന്ന് വരുന്ന നേരം കയറെടുത്തു നമ്മുടെ കുട്ടികളെ അകത്താക്കി. മൊത്തം ഇപ്പം ഈ പെൺകുട്ടി 13കാരി ചെയ്തത് ഇവരൊരു പരാതി കൊടുത്താൽ, ഇപ്പം അങ്ങനെയാണല്ലോ, ഒരു പീഡിപ്പിക്കപ്പെട്ടു അല്ലെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ ആ ജീവിതകാലം മുഴുവൻ ആ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരാളാണെങ്കിൽ തന്നെ ആ കുട്ടി പിന്നെ മൊത്തം കാലവും ജയിലിൽ കിടന്നോളും. പിന്നെ ഇവർക്ക് ഒന്നിനും ഇവരെ ബുദ്ധിമുട്ടിക്കാൻ ആ പുള്ളി പോകത്തില്ല. അപ്പോൾ അവർ ജയിലിൽ കിടന്നോളും. അത് തന്നെയല്ല, ഈ 13 വയസ്സുകാരി ഇത്രയും 10 പേര് ഈ കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാ വീടുകളിൽ നിന്നും മാനനഷ്ടമായിട്ട് ഇവർക്ക് ഒരു തുകയും കിട്ടും. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവളെ കൊണ്ട് ഇത് ചെയ്യിച്ചിരിക്കുന്നത്. മാനസികമായിട്ട് തകർന്നു എന്ന് പറഞ്ഞാൽ ജീവിക്കണമെന്ന് പോലും ഇല്ലായിരുന്നു. സത്യത്തിൽ അന്ന് ആ ശനിയാഴ്ച ദിവസം വൈകിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മക്കളെ വിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊന്നും ഭൂമിക്ക് മേളിലില്ല, ഒരു രക്ഷകർത്താക്കളും ഇല്ല. എന്നിട്ട് ഇതിൽ പെട്ട എൻ്റെ മോൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ശനിയാഴ്ച വൈകിട്ട് ഒരു 6-6:30-7 മണിയോളം ആയപ്പോൾ ആറ്റിച്ചാടാൻ പോയി. രക്ഷിതാവ് കണ്ടതുകൊണ്ടാണ് ആ കുട്ടിയെ തിരിച്ചു കിട്ടിയത്. കാരണം ശനിയാഴ്ച നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ആ ഊക്കിന് ആ ചെറുക്കൻ ആറ്റിച്ചാടാൻ പോയെങ്കിൽ, ആ കുട്ടി ആറ്റിച്ചാടാൻ പോയി, അതിനെന്തെങ്കിലും സംഭവിച്ചു, പിറ്റേന്ന് നേരം വെളുത്ത ആ കേസ് തിരിയുന്നേ. ഒരു ജീവൻ പൊലിഞ്ഞിട്ട് ഇവളുമാർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഈ നിയമത്തിന് ഈ കൂടുതൽ പോലീസിന് എന്തെങ്കിലും കിട്ടുമോ? അപ്പോഴും നാട്ടുകാർ പറയും അവൻ ചെയ്തിട്ടാണ് അവനത് ചെയ്തത്, ഇത്രേ പറയത്തുള്ളൂ. പോലീസിനെതിരെ നടപടി എടുക്കണം. ഇതുവരെ ഒന്നും ആയിട്ടില്ല. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ വന്ന് SI പറഞ്ഞതാണ് ഇതിൻ്റെ കേസിൽ നിന്നെല്ലാം കുട്ടികളെ പൂർണ്ണമായി മാറ്റി, ഇതിന് നിങ്ങളുടെ കുട്ടികളെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ആക്കിത്തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇന്ന് നേരം വെളുത്ത് ഇത്രയും സമയമായി, ഇതുവരെ മീഡിയയിലോ മറ്റൊരിടത്തോ ഈ പോലീസുകാരുടെ ഒരു രംഗങ്ങളും ഞങ്ങൾ കണ്ടില്ല.
ഇവരെല്ലാം ഒളിച്ചിരിക്കുക അവര് പറഞ്ഞു നിങ്ങൾക്ക് നിയമസഭ ഒന്നും ചെയ്യാൻ വേണ്ടി ആ സമയത്ത് പോലീസ് ഒന്നും വന്നില്ല, അവിടെ ആരും ഒന്നും വന്നിട്ടില്ല. നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് നമ്മുടെ കൂടെ സംസാരിക്കാനോ എടുക്കാനോ ഈ സ്കൂളിൽ നിന്ന് പോലും ഒരു അധികൃതർ വന്നിട്ടില്ല. നമ്മൾ സ്കൂളിൽ വിളിച്ചു ചോദിച്ചു, പ്രിൻസിപ്പൾ ആൻഡ് HM ഇവരോടെല്ലാം വിളിച്ചു ചോദിച്ചു, ഇവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ല. പിന്നെ എവിടുന്ന് പോയി കേസ്? മറ്റ് മാതാപിതാക്കളുണ്ടല്ലോ, അവരൊക്കെ എന്താണ് പറയുന്നത്? അവർക്ക് സത്യം പറഞ്ഞ സാറ് നമ്മളെ എല്ലാവരും ഒരേ രീതിയിൽ നിൽക്കുന്ന, ഒരേ തട്ടി നിൽക്കുന്ന, കാരണം SC OBC ഇനത്തിൽപ്പെട്ട ആൾക്കാരെ ഈ നിൽക്കുന്ന മൊത്തം. ഇതിൽ ഇവർ ഓർത്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ SC-ക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ത്തട്ടിൽ കിടന്ന് അഥവാ പഠിച്ചാലും അവർക്ക് ബോധമെന്ന് പറഞ്ഞ കാര്യമില്ല. ഇപ്പോൾ നടക്കുന്ന കാര്യം എന്ത് സംസാരിക്കണം, കാരണം അവർ അന്നന്ന് കൊണ്ടുവന്ന് കഴിയുന്നവരില്ലേ, ഇവർക്ക് എന്ത് സംസാരിക്കണം എന്ത് പറയണം എന്നുള്ള കാര്യം അറിയത്തില്ല. ഇവരെല്ലാം വാ മൂടിക്കെട്ടി പോലീസുകാരെ പേടിച്ചിരിക്കുമെന്ന് ഇവരൊക്കെ വിചാരിച്ചത്. നടക്കത്തില്ല. നമുക്ക് നീതി വേണം, നമ്മുടെ കുട്ടികൾക്ക് നീതി വേണം. മക്കൾ എന്ത് പറയുന്നു? സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ആർക്കും ഒരു താല്പര്യമില്ല. എൻ്റെ മോൾ 5-ലാണ് പഠിക്കുന്നത്. മോള് ഞാനിനി എങ്ങനെ ഈ സ്കൂളിൽ പോവമ്മേന്നാ പറയുന്നത്. ഞാനിനി എങ്ങനെ ഈ സ്കൂളിൽ പോവും? എൻ്റെ അണ്ണനെ ഇല്ലയോ കുറ്റപ്പെടുത്തി? ഞാൻ പറഞ്ഞു, നീ ഒന്നിനും പേടിക്കണ്ട, നിൻ്റെ അണ്ണനെ കുറ്റപ്പെടുത്തിയ സ്കൂളിൽ നീ ധൈര്യമായിട്ട് പോകും. നിൻ്റെ അണ്ണൻ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരുടെ മുന്നിൽ നമുക്ക് തല ഉയർത്തി നടക്കാം. നടന്നൂടെ? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് തല പൊക്കി തന്നെ നടക്കാം. ഈ കളിയാക്കിയും ഈ കുറ്റപ്പെടുത്തി ജയിലിൽ അടയ്ക്കാമെന്ന് വിചാരിച്ചവരും ഇപ്പൊ തല താഴ്ത്തിയിരിക്കുക. സ്റ്റേഷനിലത്തെ മുറിയിൽ കയറിയിട്ട് പോലീസ് എന്താ പറഞ്ഞത്? ഞങ്ങളുടെ അടുത്ത് കുറ്റം സമ്മതിക്കാൻ പറഞ്ഞു. സമ്മതിച്ചാൽ വെറുതെ വിടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെയൊക്കെ പിടിച്ച് അകത്ത് കൊണ്ടിടുമെന്നൊക്കെ പറഞ്ഞു, അടിക്കുമെന്നും പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ കോളറിലൊക്കെ കയറി പിടിച്ചിട്ട് പറഞ്ഞ്, ഈ സത്യം സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ട് അകത്തിടുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്തയൊക്കെ വിളിച്ച്, അച്ഛനും അമ്മയ്ക്ക് മാത്രം വിളിച്ച്. പിന്നെ ഞങ്ങളാണെങ്കിൽ കുറേ കാര്യമൊക്കെ പറഞ്ഞ് അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നിട്ടും അവർ പറഞ്ഞ് അല്ല, നീയൊക്കെ തന്നെ ഇല്ലാത്ത കുറ്റം നിൻ്റെ മണ്ട ചുമത്തു എന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ നിൻ്റെയൊക്കെ മണ്ട കൊണ്ടിടും അതൊക്കെ കുറേ പറഞ്ഞു. എൻ്റെ അടുത്തും കുറേ പറഞ്ഞു, പിന്നെ ഇവൻ്റെ അടുത്തും എന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങളെല്ലാവരും പല റൂമിലായിട്ട് അവർ കൊണ്ടുപോയി ചോദ്യം ചെയ്ത്. ഈ മറ്റേ ഞങ്ങളല്ലെങ്കിൽ ഞങ്ങൾ കുറേ വട്ടം പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ വെച്ച് കൂട്ടി ചോദിക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ മറ്റേ കൊച്ചിനെയും കൂടെ വിളിച്ചുകൊണ്ട് എന്ത് കാര്യം, ഞങ്ങളെന്ത് കാരണം, ഞങ്ങളെല്ലാം വെറുതെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ രാവിലെ തൊട്ട് അവിടെ പോയിരുന്നു. ഞങ്ങളെല്ലാം രാവിലെ ഒരു 5 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി. ബാക്കിയുള്ളവരെ പിന്നെ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ കാര്യമൊക്കെ ചോദിച്ചു, ഇവരൊന്നും പറയുന്നില്ല. എന്ത് കാരണം ചോദിച്ച് ഇവരൊന്നും പറയുന്നില്ല. നിനക്കൊക്കെ അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു അതെന്തുവാ കാര്യം പറ, കാര്യം എന്തോന്നറിയാതെ ഞങ്ങൾക്ക് ഒന്നും പറയക്കത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു സാറ് വന്നിട്ട് കാര്യം പറഞ്ഞു. ആണെങ്കിൽ നീയൊക്കെ ഇങ്ങനെ ഏതോ പോസ്റ്റ്കോഡ് വിഷയമാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ആ പെൺകൊച്ചുങ്ങൾ പറഞ്ഞെന്ന് പറയുന്നത്, ഞാനും ഇവനും കുറച്ച് കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ ഞങ്ങൾ ആ കൊച്ചിനെ കൊണ്ട് ബാത്റൂമിൽ അങ്ങോട്ട് ഏറ്റുന്നു, ഡ്രസ്സ് ഊരിന്ന് എന്തൊക്കെ ചെയ്തെന്നൊക്കെ അവരെല്ലാം കൂടെ പറയുന്നത്. പിന്നെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് അവർ തട്ടിക്കയറുകയൊക്കെയായിരുന്നു. പിന്നെ അടിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ ഞങ്ങൾ അതിനകത്ത് നല്ല പറഞ്ഞൊക്കെ നിന്നപ്പോൾ പിന്നെ ഒത്തിരി പേടിച്ചില്ലയോ, ആവശ്യമില്ലാത്ത കുറ്റങ്ങളൊക്കെ വന്ന് മണ്ടയിടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല പേടിച്ച്. എൻ്റെ ബാക്കിയല്ലേ ഇവൻ്റെ അടുത്ത് വരാമെന്നൊക്കെ പറയായിരുന്നു. എൻ്റെ അടുത്ത് അത്രയൊക്കെ പറഞ്ഞു. അതുകൂടെ ഞങ്ങൾക്ക് കഴിക്കാൻ വാങ്ങിച്ചു തന്നതൊക്കെ എത്ര മണിക്ക്? അവർ പറയുന്നത് രാവിലെ വാങ്ങിച്ചു തന്നു. നട്ടുച്ച സമയമൊക്കെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് അവർ വാങ്ങിച്ച് തന്നത് തന്നെ, വാങ്ങിച്ചത്. പിന്നെ ആണെങ്കിൽ ഞങ്ങളെ അച്ഛനമ്മ എല്ലാവരും കൂടെ വാങ്ങിച്ചു തന്നത്. അല്ലാതെ അവരൊന്നും ചെയ്തില്ല. പോലീസിനെ പേടിയുണ്ടോ? പിന്നില്ലയോ. അല്ലാതെ വലിയായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യാത്ത കാര്യത്തിന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തെങ്കിലും കുറ്റം ചെയ്താൽ നമ്മൾ പേടിക്കണം. ഇത് കുറ്റം ചെയ്തുമില്ല, ഒന്നുമില്ല. ഇവർ കുറേ വരട്ട് ചീത്തവിളിയായിരുന്നു കൂടുതൽ. അച്ഛനും അമ്മയ്ക്കും കടന്ന് ചീത്ത വിളിച്ച് ഞങ്ങൾ പറഞ്ഞ് കുറ്റയാക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് ഏക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അടിക്കാനൊക്കെ നോക്കി. വീട്ടുകാർ വലിയ വിഷമത്തിലായി പോയി. പിന്നെ ഞങ്ങൾ അമ്മ അച്ഛനും എല്ലാവരും കരയൊക്കെ ആയിരുന്നു. അങ്ങനെയായിരുന്നു, എല്ലാവരുടെയും അമ്മമാരും കരയുമായിരുന്നു. ഇവരാരും ഒന്ന് കാണാൻ പോലും കയറ്റി വിട്ടില്ല ആരെയും. ഞങ്ങൾ പറഞ്ഞ് എന്തോ കാര്യം എന്ന് വെച്ചിട്ട് ഇവരൊന്ന് വെളിയിൽ പോലും ഇറക്കത്തില്ല, ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും ഇറക്കില്ല ഇവര്. കുറ്റവാളികളോടുള്ള സമീപനം അതുപോലെ ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത് നിന്ന് അങ്ങോട്ട് പിടിക്കോ ഇങ്ങോട്ട് പിടിക്കോ, പിന്നെ കാര്യം ചോദിക്കേണ്ട പോലെ ചോദിക്കത്തില്ല. ഇവരെല്ലാം ചീത്തവിളിയും ഭീഷണിയായിട്ടുള്ള ചോദ്യം. ഞങ്ങളെ മണ്ട പേടിപ്പിച്ച് ഞങ്ങളെ നിർത്തിയിട്ട് ഞങ്ങൾ കുറ്റം ഏക്കാൻ വേണ്ടിയുള്ള ഇതിൽ വെച്ച് ചോദിക്കുമായിരുന്നു ഇവര്. അങ്ങനായിരുന്നു. പഠിക്കാനൊക്കെ പോകണ്ടേ? പിന്നെ പോണം. ഇങ്ങനെ സ്കൂളിൽ കയറുമെന്നൊക്കെയാ. പിന്നെ എല്ലാവരും വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല. എല്ലാവരും ചോദ്യം ഞങ്ങളാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. എത്ര പേരെടുത്ത് പറയും നമ്മൾ ഞങ്ങളല്ല ആരെങ്കിലും വിശ്വസിക്കുമോ? അതാ വെളിയിൽ പോലും ഒന്നും നേരെ ഇറങ്ങാക്കത്തില്ല. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അതും ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ വെളി ഇറങ്ങുന്നത്. തെറ്റിയാത്ത കാര്യത്തിന് നമ്മൾ ആരും വെളിയിൽ ഇറങ്ങായിരുന്നത്.
വെയിറ്റ് ചെയ്തു. ധൈര്യമായിട്ടിരിക്കാം. ആ പിന്നെ ഇതൊക്കെയാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പോലീസുകാർ വിളിക്കും എന്നൊക്കെ പറയുന്നു. അത് പറഞ്ഞ് ഞങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞു. ചെയ്യാത്ത കാര്യമില്ലയോ, ചെന്നല്ലേ പറ്റൂ. അതുകൊണ്ട് ചെല്ലും, കാര്യം ചോദിക്കും.